എല്ലാവർക്കും നമസ്കാരം. മൗനരാഗം സീരിയലിന്റെ ഇനി വരാനിരിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള കഥയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ പ്രകാശന് കിട്ടാവുന്നതിന്റെ മാക്സിമം ആയി കഴിഞ്ഞിരിക്കുക. പ്രകാശനെ കല്യാണിയുടെ മുന്നിൽ വെച്ച് നമ്മുടെ മൂങ്ങാമുത്തശ്ശി കൈകാര്യം ചെയ്തു. അടി കിട്ടി കവള് പൊത്തി നിൽക്കുന്ന പ്രകാശനാണെങ്കിലോ മൊത്തത്തിൽ അങ്ങ് അപമാനിതനായി തല താഴ്ത്തി നിൽക്കുക. ഈ സമയമാണെങ്കിൽ ചെയ്തു പോയത് ഇച്ചിരി കടന്നു പോയോ എന്നൊരു സംശയം നമ്മുടെ മൂങ്ങാമുത്തശ്ശിക്ക് ഇല്ലാണ്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ആശാട്ടി പറഞ്ഞു, അതെ പ്രകാശ, നിന്നോട് ഞാൻ 3 കാര്യങ്ങൾ ചോദിച്ചു. ആ 3 കാര്യത്തിനും നിനക്ക് എനിക്ക് മറുപടി തരാനില്ലല്ലോ. ആ ഒരു സാഹചര്യത്തിൽ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്റെ ഒപ്പം വരില്ല. എനിക്ക് വഴിയിൽ കിടന്ന് മരിക്കാനൊന്നും താല്പര്യമില്ലടാ. ഇനി എന്തായാലും അധികകാലം ഈ ഭൂമിയിൽ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇനി എവിടെയെങ്കിലും സമാധാനപരമായിട്ട്, അതും ഇങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിൽ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി കല്യാണി മോൾ അതിന് സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ആ മോളുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഇവിടെ തന്നെ നിൽക്കും. നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് ചെയ്തു കൂട്ടിയ ആ ഒരു തെറ്റുകൾക്കൊക്കെയുള്ള ശിക്ഷ തന്നെയാണെന്ന് മൂങ്ങ അവിടെ വെച്ച് പറഞ്ഞതും പ്രകാശനാണെങ്കിൽ മൊത്തത്തിൽ എന്തോ പോയതുപോലെ ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ അവിടെ അങ്ങനെ നിൽക്കുക. പ്രകാശൻ പറഞ്ഞു, അമ്മേ, നിങ്ങളോട് അവസാനമായിട്ട് ഞാൻ പറയുക, ഇപ്പം നിങ്ങൾക്ക് ഈ നിമിഷം എൻ്റെ ഒപ്പം വരാം, അല്ലെങ്കിൽ ഇനി ഞാനും നിങ്ങളും തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ല എന്നുള്ള രീതിയിൽ അറുത്ത് മുറിച്ച് പ്രകാശൻ പറഞ്ഞതും മൂങ്ങയാണെങ്കിലോ, വേണ്ടടാ, എന്തിനാ നിന്നെ പോലെയുള്ള ഒരു മോൻ. ശരിക്കും പറഞ്ഞാൽ നിന്നെ ആ ആശുപത്രിയിൽ നിറക്കാനായിട്ട് ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടു. പല ആൾക്കാരുടെയും മുന്നിൽ കൈ നീട്ടി യാചിച്ചില്ലേ? എന്നിട്ട് പോലും നിന്റെ മോന് ഒരല്പമെങ്കിലും ദയ ഈ എന്നോട് തോന്നിയോ? ഇല്ലല്ലോ. നിനക്ക് വിഷമം ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ നിന്റെ മകന് നിന്നോട് എന്തെങ്കിലും ഒരു സ്നേഹം ഉണ്ടോ? ശരിക്കും നീ അവനെ അല്ലേടാ ലാളിച്ചും പുന്നാരിച്ചും ഒക്കെ വളർത്തിയത്. എന്നിട്ട് അതിൻ്റെ എന്തെങ്കിലും ഒരു ഗുണം അവൻ നിന്നോട് കാണിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇപ്പോഴും അവൻ എവിടെയോ സുഖിച്ചിരിക്കുന്നുണ്ട്. എന്തായാലും നീ എന്നെ ഉപേക്ഷിച്ചാലും വേണ്ടിയില്ല മോനെ. ഇനി എന്തായാലും ഈ അമ്മ നിന്റെ ഒപ്പം വരുന്നില്ല. നീ എവിടെയെങ്കിലും ജീവിക്കാനുള്ള ഒരു മാർഗം കണ്ടെത്തിയിട്ട് വരികയാണെങ്കിൽ ഞാൻ പിന്നീട് ആലോചിക്കാമെന്ന് പറഞ്ഞ് മൂങ്ങാമുത്തശ്ശി നേരെ വരിക. അത്രയും അമ്മമാർ കൂടി നിൽക്കുന്ന ആ അമ്മമാരുടെ അടുത്തതാ നമ്മുടെ കല്യാണി നിൽക്കുന്നുണ്ട്. അങ്ങനെ കല്യാണിയുടെ അടുത്തേക്ക് വന്നതും, പൊന്നുമോളെ, അമ്മമ്മയോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് കല്യാണിയുടെ മുന്നിൽ കൈകൂപ്പി നിൽക്കുകയാണ് നമ്മുടെ മൂങ്ങ. ഈ സമയമാണെങ്കിൽ ആ വാർഡൻ ചോദിച്ചു, നിങ്ങൾ തങ്ങളിൽ നേരത്തെ പരിചയമുണ്ടല്ലേ? അതാണല്ലേ അയാൾ ഇത്രയും ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയത്? അതെ, എല്ലാ കാര്യങ്ങളും എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞ് കല്യാണി ആ ഫംഗ്ഷൻ കണ്ടക്ട് ചെയ്യുന്ന അടുത്തേക്ക് പോവുക. ഈ സമയത്താണെങ്കിൽ പ്രകാശൻ ഭ്രാന്തിളകി ആ റോട്ടിലൂടെ നടക്കുക. എന്ത് ചെയ്യണമെന്നും ആരെ പോയി ചെന്ന് കണ്ടാലാണ് ഇതിനൊക്കെയുള്ള ഒരു പരിഹാരം ഉണ്ടാകുക എന്നുള്ള കാര്യവും ആലോചിച്ചുകൊണ്ട് പെരുവഴിയിലൂടെ പ്രകാശൻ നടക്കുമ്പോൾ പ്രകാശൻ്റെ മനസ്സിൽ ലഡു പൊട്ടി. മറ്റാരുമല്ല, രാഹുലും സറിയും തന്നെ. അവർ മാത്രമേ തങ്ങളെ ഇനി സഹായിക്കാനായിട്ടുള്ളൂ എന്നുള്ള ആ ഒരു വ്യക്തമായ ധാരണ നമ്മുടെ പ്രകാശനുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ പ്രകാശൻ നേരെ പോവുക ബഗാസുരനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബഗന്റെ വീട്ടിലെത്തിയതും, എന്താ നീ ഇവിടെ എന്ന് ബഗാസുരൻ നമ്മുടെ പ്രകാശന്റെ അടുത്ത് ചോദിച്ചു. നീ അറിഞ്ഞല്ലോ അല്ലേ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ? ഓ, അറിഞ്ഞു. നിന്റെ 3ാമത്തെ വിവാഹവും കല്യാണിയും കിരണും ചേർന്ന് മുടക്കിയ കഥയല്ലേ? എല്ലാം ഞാൻ അറിഞ്ഞു. എന്തായാലും നിനക്ക് കിട്ടാവുന്നതിൽ വെച്ച് നല്ല ശിക്ഷ തന്നെയാണല്ലോ പ്രകാശ കിട്ടിയിരിക്കുന്നത്. എടാ രാഹുലേ, ഞാൻ ഇങ്ങനെ അനുഭവിക്കുന്നുണ്ടെങ്കിലും ശരിക്കും അതിൻ്റെ ഒരു പങ്ക് നിങ്ങളും അനുഭവിക്കുന്നില്ലേ? അതുകൊണ്ടാണല്ലോ നിന്റെ മോള് ആ മിണ്ടാത്തവളെ കൊല്ലാൻ വേണ്ടി നടക്കുന്നത്. ഇത് കേട്ടതും രാഹുലാണെങ്കിൽ, നീ എന്താ പറഞ്ഞു വരുന്നത്? എടാ, നിന്റെ മോളും എൻ്റെ മോനും തമ്മിൽ ഒരു എഗ്രിമെൻ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ആ ആശുപത്രിയിൽ കിടന്നവളുണ്ടല്ലോ താര എന്ന് പറയുന്നവള്, അവളെ കൊല്ലണം എന്നുള്ള ആ ഒരു എഗ്രിമെൻ്റ് എന്തായാലും എൻ്റെ മോനത് ഭംഗിയായിട്ട് ചെയ്യും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കിരണിൻ്റെയും കല്യാണിയുടെയും കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാക്കണമെന്നുള്ളത് മറ്റൊരു എഗ്രിമെൻ്റ്. എന്തായാലും ഇത് 2 കാര്യങ്ങളും നടന്നു കഴിഞ്ഞാൽ നമ്മൾ 2 കൂട്ടരും സേഫാണ്. എൻ്റെ ശത്രു എന്ന് പറഞ്ഞാൽ കല്യാണിയും കിരണുമാണ്. നിന്റെ ശത്രു എന്ന് പറഞ്ഞാലും അവർ തന്നെയാണ്. അതിനിടയ്ക്ക് ഈ താര എന്ന് പറയുന്നവൾ എങ്ങനെ വന്ന് കയറിയെന്ന് മാത്രം എനിക്കറിയില്ല. എന്തായാലും അതൊന്നും ഞാൻ ചെകഞ്ഞു പോകാനും നിൽക്കുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്കറിയേണ്ട ഒരു കാര്യമുണ്ട്. നിന്റെ മോളെവിടെ? അവളെ ഒന്ന് വിളിക്കെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സരയും അങ്ങോട്ട് വന്നു. സരയും വന്ന പാടെ തന്നെ, നിങ്ങളെന്താ ഇവിടെ വന്നേന്ന് ചോദിച്ചതും പ്രകാശനാണെങ്കിലോ, അതെ മോളെ, ഇന്ന് വരെ എൻ്റെ ഒപ്പം നിന്ന് എന്നെ മാത്രം സ്നേഹിച്ച് എൻ്റെ കൂടെ നിന്നത് എൻ്റെ അമ്മ. ആ അമ്മ പോലും ഇന്ന് എന്നെ തള്ളി പറഞ്ഞിരിക്കുക.
എന്തായാലും എനിക്ക് സഹിക്കാവുന്നതിൻ്റെ മാക്സിമം ആണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരു കാരണം വെച്ചാലും ഇതൊന്നും സഹിച്ച് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അറിയാലോ, 2 അറ്റാക്ക് കഴിഞ്ഞതാ. ഇപ്പോഴും ചങ്കിന് ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട്. ആ പ്രശ്നത്തിലും ഞാൻ പിടിച്ചു നിൽക്കുന്നത് ആ കല്യാണി എന്ന് പറയുന്ന എൻ്റെ ആ നശിച്ച സന്താനത്തിൻ്റെ കണ്ണുനീര് കാണാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് തന്നെ മോളൊരു ഉപകാരം ചെയ്യണം. എങ്ങനെയെങ്കിലും മോളെൻ്റെ വിക്രത്തെ ഒന്ന് വിളിക്കണം. അങ്കിള് വിക്രത്തെ വിളിച്ചില്ലേ? എടി മോളെ, ഞാൻ 2-3 ദിവസമായി അവനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഫോൺ എടുക്കുന്നില്ല. എന്താ കാര്യമൊന്നും അറിയത്തുമില്ല. അങ്കിളെ, കിരണും കല്യാണിയും ഒക്കെ കൂടി ചേർന്ന് അങ്കിളിൻ്റെ മോനെ പഞ്ഞി കിട്ടു. വല്ലതും അറിഞ്ഞോ അങ്കിള്? അങ്കിൾ ആശുപത്രിയിൽ നിന്ന് പോയ ദിവസം ഉണ്ടല്ലോ, അന്ന് തന്നെയാണ് കിരൺ ആ ചതി ചെയ്തത്. എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നത്? എൻ്റെ മോൻ്റെ ശരീരത്ത് കൈവച്ച കിരണിനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പ്രകാശൻ അവിടെ നിന്ന് വെല്ലുവിളിക്കാൻ തുടങ്ങി. അതെ പ്രകാശ, നിന്റെ ദേഷ്യമൊക്കെ തീർക്കേണ്ടത് ഇവിടെ നിന്നിട്ടല്ല. അവനുണ്ടല്ലോ, ആ കിരൺ എന്ന് പറയുന്നവൻ, എൻ്റെ അനന്തരവൻ. അവൻ്റെ അടുത്ത് ചെന്നിട്ട് വേണം നീ അവനോട് സംസാരിക്കണം. അല്ലാതെ ഇവിടെ നിന്ന് നീ സംസാരിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ? എടാ, അവനും അവളും ഒക്കെ ഒരുപാട് സ്ട്രോങ്ങാ. നമ്മൾ വിചാരിച്ചാലൊന്നും അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആരാച്ച അങ്ങനെ പറഞ്ഞത്? നമ്മൾ വിചാരിച്ച ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അങ്ങനെയൊക്കെ ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് ഞാനും വിക്രവും കൂടി അങ്ങ് തിരുത്തിക്കോളാം. എന്തായാലും ആ കല്യാണി എന്ന് പറയുന്നവളെ വെറുതെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് സരയു കലിപൂണ്ട് നിൽക്കുമ്പം പ്രകാശൻ തൻ്റെ പൊന്നുമോനെ കാണാൻ വേണ്ടിയിട്ട് ആശുപത്രിയിലേക്ക് വെച്ച് പായാണ്. അങ്ങനെ പ്രകാശൻ അവിടെ പോകുന്ന ആ ഒരു സമയമാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് ആ ഒരു വൃദ്ധസദനത്തിലെ പരിപാടികളാണ് കേട്ടോ. അപ്പം അവിടെ കല്യാണി അതാ ആ അമ്മുമ്മയുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് അറിയാതെ എല്ലാവരും ഇങ്ങനെ കുഴഞ്ഞു നിൽക്കുമ്പോഴത്തേക്കിനും എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ മൂങ്ങ മുത്തശ്ശി ആ മൈക്കിൻ്റെ അടുത്തേക്ക് വരിക. അങ്ങനെ പുള്ളിക്കാരി കല്യാണിയോട് ചെയ്ത സകല ക്രൂരതകളും അവിടെ വെച്ച് എണ്ണി പറയാൻ തുടങ്ങി. ഇത് കേട്ടതും ഇത്രയും വലിയൊരു ഭീകരിയായിരുന്നു ഈ അമ്മുമ്മ എന്നുള്ള രീതിയിൽ ആ വാർഡൻ ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ അന്തം വിട്ടിരിക്കുക. എന്തായാലും കല്യാണിക്ക് മനസ്സിലായി തള്ളയ്ക്ക് മാനസാന്തരം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ പുള്ളിക്കാരി ഇത്രയും കാര്യത്തിൽ അതും തന്നെക്കുറിച്ച് ഇന്ന് വരെ ഒരു നല്ല വാക്ക് പറയാത്ത അമ്മുമ്മയാണ്. എന്തായാലും അവരുടെ മനസ്സിൽ ഒരുപാട് കുറ്റബോധം ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ്. അവിടെ വെച്ച് മോളെ, നിന്നോട് ചെയ്തതിനെല്ലാത്തിനും ഈ അമ്മുമ്മ നിന്നോട് മാപ്പ് ചോദിക്കുക. പ്രായം കൊണ്ട് നിന്റെ കാലെ വീഴാൻ പറ്റത്തില്ലെങ്കിലും ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുകയാണെന്നും പറഞ്ഞ് 2 കൈകളും കൂപ്പി പിടിച്ചുകൊണ്ട് നമ്മുടെ കല്യാണിയുടെ മുന്നിൽ ആ അമ്മുമ്മ മാപ്പ് അപേക്ഷിക്കുമ്പോഴത്തേക്കിനും കല്യാണിയുടെ ഹൃദയം അങ്ങ് അലിയുക. കല്യാണിയാണെങ്കിലോ എന്തേലും ആയിക്കോട്ടെ, തൻ്റെ അമ്മുമ്മയാണല്ലോ, അതുകൊണ്ട് തന്നെ ഇവർക്കൊരു പരിഗണന കൊടുക്കാമെന്നുള്ള ഒരു തീരുമാനം എടുക്കുക. അപ്പം അത്തരത്തിലുള്ള ഒരു ഗംഭീരമായിട്ടുള്ള വിശേഷമാണ് ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.